ഒരു വ്യക്തിയെയും പ്രസ്ഥാനത്തെയും മുച്ചൂടും തകർക്കണമെങ്കിൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. ലൈംഗിക ആരോപണങ്ങൾ പല പ്രമുഖരുടെയും പതനത്തിന് വരെയും കാരണമായിട്ടുണ്ട്. സ്ത്രീകളുള്ള സമീപനത്തിൽ ചെറിയൊരു ജാഗ്രത കുറവുണ്ടായാൽ പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പലരും തിരിച്ചറിയാറില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെന്ന യുവ നേതാവിൻ്റെ വീഴ്ചയ്ക്ക് കാരണമായതും സ്ത്രീ വിഷയമാണ്. രാഹുലിനെ പോലെ സ്വയം കുഴിയിൽ വീഴുന്നവരെ കൂടാതെ സ്ത്രീകൾ വെച്ച കെണിയിൽ കുടുങ്ങുന്നവരുമുണ്ട്. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രത്തിന് മേൽ കളങ്കം വീഴ്ത്തിയ ലൈംഗികാരോപണ കേസ് സമീപകാലത്ത് ഏറെ ചർച്ചയായതാണ്. ക്ഷേത്രത്തിൽ പൂജ നടത്താനെത്തിയ ബംഗളൂരു സ്വദേശിനിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയും കേസും വ്യാജമെന്ന് ഒടുവിൽ തെളിഞ്ഞിരിക്കുന്നു. ക്ഷേത്ര പൂജാരി അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയത് കൊട്ടേഷൻ ഇടപാടായിരുന്നു. ആരാണതിന് പിന്നിൽ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ പൂജാരിയുടെ കുടുംബവും ഭക്തരും കഴിഞ്ഞ 2 മാസത്തോളമായി പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ലൈംഗികാരോപണത്തിൽ പൂജാരിക്കെതിരെ കേസും അറസ്റ്റുമൊക്കെ വന്നപ്പോൾ പൊതുസമൂഹം അവരെ കുറ്റക്കാരായി കണ്ടെങ്കിലും സത്യം തെളിയിക്കാനായിരുന്നു കുടുംബത്തിൻ്റെ നിയമ പോരാട്ടം. ഒടുവിൽ ദേവസ്ഥാനത്ത് പൂജയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവുണ്ടായിരിക്കുന്നു. ക്ഷേത്രത്തിലെ പൂജാരി അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയതാണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിൽ ബംഗളൂരു സ്വദേശിനിയായ രത്ന ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേവസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ഉണ്ണി ദാമോദരൻ്റെ സഹോദരൻ്റെ മകൻ പ്രവീൺ നൽകിയ കൊട്ടേഷനാണ് ഹണി ട്രാപ്പ് ഇടപാടെന്നാണ് വിവരം. കേസിൽ 1-ാം പ്രതിയായ പ്രവീൺ ഇപ്പോൾ ഒളിവിലാണ്. ജൂൺ 16-ന് പൂജയ്ക്കായി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെത്തിയ യുവതിയെ ദേവസ്ഥാനത്തിന് സമീപം മുറിയിൽ വെച്ച മാനേജിംഗ് ട്രസ്റ്റി ഉണ്ണി ദാമോദരന്റെ മരുമകൻ അരുൺ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. ബംഗളൂരു ബാസനവാടി പോലീസ് അരുണിനെ അറസ്റ്റ് ചെയ്തിരുന്നു. 45 ദിവസത്തിനു ശേഷമാണ് അരുണിന് ജാമ്യം ലഭിച്ചത്. എന്നാൽ ഇതൊരു ഹണി ട്രാപ്പാണെന്നാരോപിച്ച് അരുണിന്റെ കുടുംബം കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയ്ക്ക് പരാതി നൽകി. പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. അരുണിനെതിരായ പരാതി വ്യാജമാണെന്നും ഹണി ട്രാപ്പാണെന്നും പോലീസ് കണ്ടെത്തി. വ്യാജ പരാതി നൽകിയ ബംഗളൂരു സ്വദേശിനി രത്നയ്ക്ക് പിന്നിൽ ഉണ്ണി ദാമോദരന്റെ സഹോദരന്റെ മകൻ പ്രവീണാണെന്നും പോലീസ് കണ്ടെത്തി. പ്രവീണിനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രവീൺ ഇപ്പോൾ ഒളിവിലാണ്. രത്നയുടെ സഹായി മോണിക്ക, പാലക്കാട് സ്വദേശിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്തിപ്പുകാരനുമായ ശരത് മേനോൻ, ഇയാളുടെ സഹായി സജിത് ആലം എന്നിവരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു. അരുണിന് ക്ലീൻ ചീട്ട് നൽകിയുള്ള കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചെന്ന് ഉണ്ണി ദാമോദരന്റെ മകൾ ഉണ്ണിമായ പറഞ്ഞു. ഇതിൽ അന്നത്തെ FIR-ൽ പറയുന്ന സെക്ഷൻസുകളെല്ലാം ഒഴിവായിരിക്കുകയാണ്. ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നോ റേപ്പ് വാസ് കണ്ടക്ടഡ്. 2-ാം പ്രതിയായ ഉണ്ണി ദാമോദരനുള്ള ക്ലീൻ ചീറ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കോടതി സൈറ്റിൽ നിന്നും അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഹണി ട്രാപ്പ് നടത്തുന്നതിനായി 20 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നും എന്നാൽ 8 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്നും രത്ന പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രവീണും പ്രതികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടിന്റെ തെളിവുകളും ലഭിച്ചു. പീഡനം നടന്നുവെന്ന് യുവതി പറയുന്ന സമയം അരുണും ഉണ്ണി ദാമോദരനും ക്ഷേത്രത്തിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തി. പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുന്നതുവരെ നിയമപരമായി തന്നെ മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. അന്ന് ഞാൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, അതിലെ സത്യം കണ്ടുപിടിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന്. ഇന്ന് ഞാൻ പറയുന്നു, അതിലെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനായി ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന്. ദേവസ്ഥാനത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഉണ്ണി ദാമോദരനും സഹോദരങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. ഇതാണ് വ്യാജ പരാതിക്ക് പിന്നിലെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.